ഹായ്, ഇന്ന് നമുക്ക് വൈസ്റ്റോണിന് ഗസ്റ്റായിട്ടുള്ളത് എൻ്റെ പ്രിയ സുഹൃത്ത് മിസ്റ്റർ റിജോ കുര്യോക്കോസ് ആണ്. ഇപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ മാനേജറാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് അല്ലെ വൈസ്റ്റോണിൽ +2 കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ കരിയർ കൗൺസിലൊക്കെ വരുന്ന ഒരുപാട് കുട്ടികളുടെ കൺഫ്യൂഷനാണ്. ഒരു ബാങ്കർ ആവാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് വേണ്ടത്, അല്ലെ എന്താണ് ഒരു ബാങ്കർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്നുള്ളത്. ഇപ്പോൾ എനി ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ചൂസാണ് ബാങ്കിങ് ജോബ് എന്നുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് റിജോയോട് ചോദിച്ചറിയാം. മിസ്റ്റർ റിജോ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബാങ്കിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബാങ്കിലോട്ട് ജോലിക്ക് നോക്കുന്ന കുട്ടികളുണ്ട് ഒരുപാട്. അപ്പോൾ അവർക്ക് ഒരു ബാങ്കർ എന്ന നിലയിൽ എന്തൊക്കെ അഡ്വൈസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ഗൈഡൻസ് ആണ് കൊടുക്കാനുള്ളത്, അല്ലെ ആർക്കായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഈ ബാങ്ക് ജോലി സ്യൂട്ടബിൾ ആവുക? ബാങ്ക് ജോലി ഇപ്പം നമ്മൾ കേവലം അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ കൂടുതലും നമ്മൾ എല്ലാ ഡിഗ്രി എടുത്തവർക്കും ആ മേഖലയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 10-11 വർഷമായി സർവീസിൽ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ബിടെക്കാരുണ്ട്, സയൻസ് പഠിച്ചവരുണ്ട്, കൊമേഴ്സ് പഠിച്ചവരുണ്ട്, എക്കണോമിക്സ് പഠിച്ചവരുണ്ട്. അപ്പോൾ ആ മേഖലയിൽ അങ്ങനെ ഒരു സ്പെഷ്യലില്ല. നമ്മൾ അതിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പല സബ്ജക്റ്റ് പഠിച്ചവരാണെങ്കിലും അതല്ല അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. പക്ഷെ മെയിനായിട്ട് നമ്മൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്, നമ്മളിപ്പോൾ ആ ബാങ്കിങ് പഠിക്കുന്നതാണല്ലോ. അപ്പോൾ അതിൽ ആണ് കൂടുതൽ നമുക്ക് സാധ്യതയുള്ളൂ. പക്ഷെ എല്ലാ മേഖലയിലുള്ളവർക്കും അതിൽ ടെസ്റ്റ് എഴുതാം, അത് കഴിഞ്ഞ് പാസ്സായി അതിൽ നമുക്ക് കയറാം. പിന്നെ ഒരു ഗ്ലാമറസ് ജോബാണ് ബാങ്ക് ജോബ്.